ഇപ്പോഴോ? ഹായ്, വെൽക്കം. ഇന്നൊരു ഡിന്നർ പ്രിപ്പറേഷൻ ആയാലോ? കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ടേ. ഞാൻ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു. ഒരു ചെറിയ റോസ്റ്റ് പോലെ വയ്ക്കാമെന്ന് വിചാരിച്ചു. കൊഞ്ച് റോസ്റ്റും പുട്ടും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് 2 സവാളയും ചെറിയ തക്കാളി 2 എടുത്തു. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 2-3 പച്ചമുളക് 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സവാളയും തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ആ സവാളയും തക്കാളിയും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് കൊഞ്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നതിന് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും. കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിന്, എരിവിൻ്റെ ആവശ്യത്തിനുള്ള ചേർക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി 1 ടീസ്പൂണോളം റവയും കൂടി ചേർക്കാം. റവയും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ച് തിരുമി യോജിപ്പിക്കുക. കൈ കൊണ്ട് നന്നായിട്ട് തിരുമി യോജിപ്പിച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില പൊട്ടിച്ചു. ഇതിലേക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് വറുത്തെടുക്കാം. കൊഞ്ചെല്ലാം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് ഇനി ഇത് കുറച്ച് സമയം കൊണ്ടൊന്ന് വറുത്തെടുക്കാമേ. ഒരുപാടങ്ങ് മൂത്ത് കൊണ്ടാൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ച് കൊടുക്കാമേ. നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഒരുപാടൊന്നും മൂത്ത് പോയിട്ടില്ല. ഇതിനി നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഗ്രേവി ആക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് അതിന്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു. അത് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയൊക്കെ ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ഇടാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമുളകും കുരുമുളകും ഒക്കെ ആവശ്യത്തിൽ ഇട്ടിട്ടുണ്ടായതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇടുന്നേ ഉള്ളേ. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ട് വരുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് വെള്ളമൊക്കെ വാർന്ന് എണ്ണ തെളിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ കൊഞ്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആ കൊഞ്ചും ഈ ഗ്രേവിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതല്പം എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടി ചേർന്ന് നല്ല അടിപൊളി കൊഞ്ച് റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇതാ നമ്മുടെ അടിപൊളി കൊഞ്ച് റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെ എന്നല്ല, അത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും, ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും, ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കൊഞ്ച് റോസ്റ്റ് റെഡിയായി. നമുക്ക് അടുത്തായി പുട്ടിൻ്റെ പരിപാടി നോക്കാം. ഞാൻ പുട്ടുകുറ്റി അടുപ്പിലേക്ക് വെച്ചു. നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ട് തയ്യാറാക്കാം. ഞാൻ 1 കുറ്റി പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവാണ് എടുത്തേക്കുന്നത്. മാവും നനച്ച് വെച്ചു. തേങ്ങയൊക്കെ തിരുമ്മി വെച്ച ശേഷം നമുക്ക് കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. പുട്ട് കുത്തിയപ്പോഴേക്കും കുറച്ച് പൊടിഞ്ഞു കേട്ടോ. അത് കുഴപ്പമില്ല, നമ്മൾ പൊടിച്ചല്ലേ കഴിക്കുന്നത്. ഞങ്ങളങ്ങനെ പുട്ടും കൊഞ്ച് റോസ്റ്റും രാവിലത്തെ വറുത്ത മീനിരുന്ന് അതും നല്ലൊരു കാപ്പിയും കൂടി ഒക്കെ ഇട്ട് നല്ലൊരു അത്താഴമായിരുന്നേ. കൊഞ്ചും കൂടി എടുത്തു അതിനകത്ത്. കൊഞ്ച് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. ഇപ്പോഴോ? കൊള്ളാവോ?